പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. പ്രാർത്ഥന തുനി ഫേസ്ബുക്ക്, യൂട്യൂബ് മീഡിയയിൽ കൂടി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനാകുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഗുജറാത്തിൽ നിന്ന് സ്നേഹവന്ദനം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും സർവ്വകൃപാലുവാകുന്ന ദൈവം ഓരോ നിമിഷവും ഒഴുക്കുന്ന നല്ല കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവിന്റെ കൃപയിൽ ഓരോ നിമിഷവും ദൈവം നമ്മെ പരിപാലിക്കുന്നു. നമ്മളായിരിക്കുന്നത് കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണല്ലോ. ഓരോ നിമിഷവും ആ ദൈവകൃപയിൽ ദൈവം നമ്മെ എല്ലാവരെയും പരിപാലിക്കട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളുടെ വിവിധ രാജ്യങ്ങളിലായി വിവിധ ചാപ്റ്ററുകളായി നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും കർത്താവിനെ അർപ്പിക്കുന്നു. ആമേൻ. നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് കണ്ണിന് അല്പമായ പ്രയാസത്താൽ വളരെ ഭാരപ്പെട്ടു. ആമേൻ. സ്തോത്രം. ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടി കടന്നു പോകേണ്ടയായി കേരളത്തിൽ ആമേൻ. കർത്താവിന്റെ ഒരു വലിയ വിടുതൽ കാണുവാൻ, ഓപ്പറേഷൻ കൂടാതെ കർത്താവിന്റെ ഒരു വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം നാം ദൈവസ്നാമത്തിൽ ആമയായിരിക്കുന്ന നിമിഷങ്ങളുടെ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും ദൈവ പ്രവൃത്തിക്കും കാരണമായി തീരട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മാസവും വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയാണല്ലോ പ്രാർത്ഥനകളുടെ ഈ മീഡിയയിൽ കൂടി ദൈവദാസന്മാരിൽ കൂടിയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ മാസം നാം എടുത്തിരിക്കുന്ന വിഷയം ഫെയ്ത്ത്ഫുൾ സെർവന്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വിശ്വസ്ത ദാസൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നമ്മൾ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ സന്ദേശങ്ങളൊക്കെ കേൾക്കുവാൻ ദൈവം ഒരുക്കുന്ന നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രികാലവും അല്പനിമിഷം തിരുവചനത്തിന് ആധാരമായി ഒരു വാക്യം വായിക്കുന്നു. യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു തിരുവചനമാണ് ഇന്ന് രാത്രികാലം നാം ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. യോശുവയുടെ പുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അനേക കാര്യങ്ങൾ നമുക്കിവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. മോശയ്ക്ക് ശേഷം യോശുവയെ ദൈവീയമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ലീഡർഷിപ്പിന് വേണ്ടി തെരഞ്ഞെടുക്കുവാനായിട്ടിടയായി. ദൈവീയമായ നിയോഗത്തോടെ ദൈവീയമായ കാഴ്ചപ്പാടോടുകൂടി യോശുവ ആ ജനതയെ നയിക്കുവാനായിട്ടിടയായി. എന്നാൽ പലപ്പോഴും ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങളൊക്കെ തനിക്ക് നേരെ ആഞ്ഞടിക്കുവാനായിട്ടിടയായി. ആ ലീഡർഷിപ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടേതാകുന്ന പല വിഷയങ്ങളൊക്കെ പലരും പറയാറുണ്ടല്ലോ. ചില വിഷയങ്ങൾ വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത ചില പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എങ്ങനെയായിത്തീരും, എന്തായിത്തീരും എന്നൊക്കെ ചിന്തിച്ച് വ്യാകുലപ്പെടുന്നതായ പല നിമിഷങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതായ ആ ദൈവീയമായ വിടുതലിനെ പറ്റിയൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്റെ ജനത്തോട് പറയുകയാണ്, ആകെ അവസാന സമയത്ത് താൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായിട്ട് തന്റെ ജനത്തോട്, ഇസ്രായേൽ മക്കളോട് താൻ പറഞ്ഞതാകുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിപ്പാടയായത്. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട്. 3 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, യഹോവയെ ഭയപ്പെട്ട്, ദൈവത്തെ ഭയപ്പെട്ട്. രണ്ടാമതായിട്ട് പറയുകയാണ് യഹോവയെ ഭയപ്പെട്ട് പരമാർത്ഥ ഹൃദയത്തോടെ, അല്ലെ, പരമാർത്ഥതയോടെ. യഹോവയെ ഭയപ്പെടുക മാത്രമല്ല, പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. വിശ്വസ്തത എന്നൊരു വിഷയമാണല്ലോ നമ്മൾ ഈ മാസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന. ദൈവദാസന്മാര് അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന വിഷയങ്ങളൊക്കെ ഇതിനെ ആസ്പദമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. യോശുവ തന്റെ ജനത്തോട് പറയുകയാണ്, ഒന്ന്, ദൈവത്തെ ഒരു ഭയം നിങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. കർത്താവിനെ ഭയപ്പെടുക മാത്രമല്ല, പരമാർത്ഥ ഹൃദയത്തോടെ, അല്ലെ, പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ ഹല്ലേലൂയ ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കണമെന്ന് നമ്മുടെ യേശു കർത്താവ് പറഞ്ഞതായ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒന്ന്, കർത്താവിനെ ഭയപ്പെട്ട്. 2, പരമാർത്ഥത ആവശ്യമാണ്. 3-ാമതായി വിശ്വസ്തയോടെ നാം ദൈവത്തെ ആരാധിക്കണം. എന്നിട്ട് താൻ
തന്റെ ജനത്തോട്, ഇസ്രായേൽ മക്കളോട് താൻ പറയുകയാണ്. ആമേൻ. നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ പ്ലാൻ എന്താണ്? നിങ്ങളുടെ പദ്ധതി എന്താണ്? നിങ്ങളുടെ തീരുമാനം എനിക്ക് അറിയണം. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചേട്ടാ. 15-ാമത്തെ വാക്യം. യഹോവയെ സേവിക്കുന്ന നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യയുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം. നിങ്ങളുടെ പല രീതിയിലുള്ള ചിന്തകളാണ്. നിങ്ങൾ പലപ്പോഴും പല ദേവന്മാരെ ദേവിമാരെ ആരാധിക്കണം, അവിടെ പോകണോ ഇവിടെ പോകണോ എന്നുള്ള പല ചിന്താഗതിയും പല കൺഫ്യൂഷൻസ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഒരു തീരുമാനമെടുക്കണം. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും എനിക്കൊരൊറ്റ തീരുമാനമുള്ളൂ. വിശ്വസ്തനാകുന്ന ഒരു ദൈവദാസന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഒറ്റ തീരുമാനം. കർത്താവിൽ പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിക്കുക. അവൻ എന്റെ ഉപനദി അവസാനത്തോളം കാക്കുവാൻ ശക്തൻ. എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ വിശ്വസ്തനാകുന്ന ദൈവം എന്ന് പറയുവാനായിട്ട് സാധിക്കും. നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് ചെയ്യേണ്ടതാകുന്ന ഗൈഡൻസ് എല്ലാം ഞാൻ നൽകി തന്നിട്ടുണ്ട്. നിങ്ങളെ ഉപദേശിക്കാവുന്നതെല്ലാം ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. പോകേണ്ടുന്ന വഴികളെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ദൈവീയമായ നടത്തിപ്പിനെ പറ്റിയും ദൈവീയമായ പ്രവർത്തനങ്ങളെ പറ്റിയെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ ഈ പോക്കും വരവും കാണുമ്പോൾ എനിക്ക് വേദന തോന്നുന്നുണ്ട്, എനിക്ക് പ്രയാസം തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുക. പക്ഷെ നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീതിമാനാകുന്ന വിശ്വസ്തനാകുന്ന ഒരു ദൈവവൈദ്യന്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. ആമേൻ. സ്തോത്രം. നാട്ടുകാരോ വീട്ടുകാരോ ചാർച്ചക്കാരോ അവർ ഏത് രീതിയിൽ എന്ത് രീതിയിലാ എങ്ങനെയും പോയാലും അവനൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. ഞാൻ സേവിക്കുന്ന ദൈവം, എന്റെ ഉടയവനാകുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, കഴിഞ്ഞ നാളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, കഴിഞ്ഞ നാളിൽ എന്റെ ജനത്തെ വിടിപ്പിച്ച ദൈവം, ആ ദൈവത്തെ മാത്രം ഞാൻ സേവിക്കും. ഹല്ലേലൂയ. ആ ദൈവത്തെ വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ പോകത്തില്ല. ആ ദൈവത്തെ ഉപേക്ഷിച്ച് ഞാൻ ഒരിക്കലും മാറത്തില്ല. ആ ദൈവത്തിന്റെ വഴിയിൽ മാത്രമേ ഞാൻ നടക്കുകയുള്ളൂ. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ അറിയാമല്ലോ, കൽപ്പനകൾ കൊടുക്കുമ്പോഴും നിയമങ്ങൾ കൊടുക്കുമ്പോഴും തന്റെ ജനം ആചരിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ആമേ മോശ മുഖാന്തരം ദൈവം തന്റെ ജനത്തിന് കൊടുക്കുമ്പോൾ നിന്റെ ദൈവത്തെ മാത്രം നീ ആരാധിക്കണം. ആ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. നീ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സേവിക്കണം, ദൈവത്തിന്റെ വചനം പ്രമാണിക്കണം. അത് നിന്റെ മുമ്പിൽ പട്ടമായി പറക്കണം. ആമേ. നിന്റെ തലമുറകളോട് നീ അത് പറഞ്ഞു കൊടുക്കണം. നീ നിന്റെ ദൈവത്തെ മറക്കരുത്. നിനക്ക് ഭക്ഷിപ്പാൻ ആഹാരം ലഭിക്കുമ്പോൾ, നിനക്ക് ധരിക്കുവാൻ വസ്ത്രം ലഭിക്കുമ്പോൾ, ആമേ സ്തോത്രം, നിനക്ക് പാർക്കുവാൻ ഭവനം ലഭിക്കുമ്പോൾ, നിനക്ക് എന്തെല്ലാം നന്മകൾ കിട്ടിയാലും നീ നിന്റെ ദൈവത്തെ മറക്കരുത്. കഴിഞ്ഞ നാളിൽ നിന്നെ അനുഗ്രഹിച്ച ദൈവം, കഴിഞ്ഞ നാളിൽ നിന്നെ പരിപാലിച്ച ദൈവം, കഴിഞ്ഞ നാളുകളിൽ നിന്നെ നടത്തിയ ദൈവം, ആ ദൈവത്തെ വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന ഒരൊറ്റ തീരുമാനത്തില് ഉറച്ചു നിൽക്കുന്ന ദൈവഭക്തന്മാര്. ആമേ. ഹല്ലേലൂയ. പഴയ നിയമഭക്തന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ആമേ. പല പീഡകളും ബുദ്ധിമുട്ടുകളും നിരാശകളും വേദനകളും. എന്തിനേറെ പറയുന്നു, ആമേ, ഡൊമിഷൻ ചക്രവർത്തി, നീറോ ചക്രവർത്തി, അങ്ങനെയുള്ളതാവുന്ന പല ചക്രവർത്തിമാര് തന്റെ ജനത്തെ, തന്റെ അഭിഷിക്തന്മാരെയൊക്കെ ക്രൂരമായ പീഡനങ്ങള് ആമേ ചെയ്ത സമയത്തും, ആമേ ക്രൂര മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തപ്പോഴും, കുന്തം കൊണ്ട് എഴുതു കൊന്നപ്പോഴും, ഹല്ലേലൂയ, ആമേ കത്തിയെരിയുന്ന തീയിലിട്ടപ്പോഴും, ആമേ ഗർജിക്കുന്ന സിംഹങ്ങളുടെ മുമ്പിൽ കൊണ്ടിട്ടപ്പോഴും അവരാ വിശ്വാസത്തിൽ മുറുകെ പിടിപ്പാനായിട്ടിടയായി. വിശ്വാസത്തിൽ നിന്ന് അവർ ഒരിക്കലും പോലും പുറകോട്ട് മാറിയില്ല. യോശുവയെ പോലെ നമുക്ക് ഉറച്ച തീരുമാനത്തോടെ പറയാ, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. മറ്റൊരു ഭക്തനാണല്ലോ ദാനിയേല്. ദാനിയേൽ പ്രവചനം 3-ാമത്തെ അധ്യായം, ദാനിയേൽ പ്രവചനം 6-ാമത്തെ അധ്യായത്തില് ആമേ ദാനിയേലിന്റേതാകുന്ന ചില പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യം, ദാനിയേൽ പ്രവചനം 6-ാമത്തെ അധ്യായം, അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. എന്നാൽ ദാനിയേല് ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി നമ്മൾ വായിക്കുന്നുണ്ട്. രാജാവ് അവനെ
സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ദാരിയവേശ് രാജാവിന്റെ കാലത്ത് 120 പ്രധാന ദേശാധിപന്മാരെയും അവർക്ക് മുകളിൽ 3 അധ്യക്ഷന്മാരെ നിയമിച്ചിരിക്കുകയാണ്. ഈ 3 അധ്യക്ഷന്മാരിൽ ഒരുവനായിരുന്നു ദാനിയേല്. ആമേൻ. ദൈവസ്ഥനി നീതിയുള്ള ദാനിയേല്, ദൈവസ്ഥനി നീതിമാനാകുന്ന ദാനിയേല്, പരമാർത്ഥ ഹൃദയമുള്ള ദാനിയേല്, അടിമയായി പിടിച്ചുകൊണ്ടുവന്നതാകുന്ന സഹോദരന്മാരുടെ കൂട്ടത്തിലുള്ളതാകുന്ന ഒരു ദാനിയേല് ഉറച്ച തീരുമാനമെടുക്കുവാനായി അവരുടെ മുമ്പിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് വന്നത്. ആമേ. പലവിധമായ പ്രതികൂലങ്ങളിൽ കൂടി അവർ കടന്നുപോവുകയായി. രാജാവ് കഴിക്കുന്ന ആഹാരങ്ങൾ കൂടി കഴിച്ച് അശുദ്ധമാക്കത്തില്ലെന്ന് അവർ തീരുമാനമെടുത്തതായ നിമിഷങ്ങളുണ്ടായിരുന്നു. ആമേ. പ്രാർത്ഥനാവീരന്മാരാകുന്ന ഈ സഹോദരങ്ങള് അന്യദേശത്ത് വന്നപ്പോഴും യേശുവിന്റെ നാമം ഉയർത്തുവാൻ, ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ, ദൈവത്തിന്റെ നാമത്തിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവർക്ക് ഭാഗ്യം കൊടുക്കുവാനായിട്ടിടയായി. സ്തോത്രം. ആമേ. ദാനിയേൽ ഉത്കൃഷ്ട മാനസനായി വിളങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലെ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദാനിയേലിനെ ദൈവം മാനിപ്പാനായിട്ടിടയായി. ഉത്കൃഷ്ട മനസ്സിനായി വിളങ്ങി. ആമേ. പല കള്ളക്കണക്കുകളൊക്കെ ലോകത്ത് പലരും പ്രചരിപ്പിച്ചപ്പോൾ ദാനിയേൽ സത്യസന്ധതയോടുകൂടി, ആമേ, നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുന്ന ഒരു ദാനിയേല്. ആമേ. സ്തോത്രം. ഹല്ലേലൂയ. സിംഹങ്ങളുടെ കുഴിയിൽ തന്നെ ഇട്ടിട്ടും സിംഹങ്ങൾ ഒരു കേടുപോലും വരുത്താതെ തന്റെ ഭക്തനെ പരിപാലിച്ച ദൈവത്തിന്റെ വീതം എത്ര വലുതാണെന്നറിയാമോ? ദാനിയേൽ ഉത്കൃഷ്ട മനസ്സനായിരുന്നു, ഒരു വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. ആമേ. മൂന്നാമതായി നാം ചിന്തിക്കുന്ന യോസെഫിനെ പറ്റിയാണ്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിന് 21 വാക്യം. ഉൽപ്പത്തി പുസ്തകം 39:21. എന്നാൽ യഹോവ യോസെഫിനോട് കൂടെയിരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ആമേ. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നവണ്ണം അവന് കൃപ നൽകി. ഹല്ലേലൂയ. ആമേൻ. ജയിലിൽ കിടക്കുന്നതായ, കാരാഗ്രഹത്തിൽ കിടക്കുന്നതാകുന്ന യോസഫ്, ആമേൻ, 2 സ്വപ്നങ്ങൾ മുന്നമേ കണ്ടതാണ്. എന്നാൽ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ തനിക്കെതിരായി തിരിയുവാടയായി. സ്വന്തം സഹോദരന്മാര് തന്നെ, ആമേ, മിദ്യാനെ കച്ചവടക്കാർക്ക് വിൽക്കുവാടയായി. ആമേ. ഹല്ലേലൂയ. അവിടുന്ന് താൻ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന അവസ്ഥകൾ കടന്നു വരുവാനായിട്ടിടയായി. ജയിലറെ ചെന്ന് വീഴേണ്ടത് ജയിലറെ കിടക്കേണ്ടത് സാഹചര്യങ്ങൾ കടന്നു വരുവാനായിട്ടിടയായി. പക്ഷേ പൊട്ടക്കിണറ്റിൽ കടന്നപ്പോഴോ, മിദ്യാനെ കച്ചവടക്കാർക്ക് തന്നെ വിറ്റപ്പോഴോ, ജയിലറെ കടന്നപ്പോഴോ, ആമേ, യോസഫേ, നിന്നോട് ദൈവം അറിയിച്ച ചില വായ്ത്തത്വങ്ങളുണ്ട്. ആ വായ്ത്തത്വങ്ങളുടെ പൂർത്തീകരണങ്ങൾ ഒട്ടും താമസിക്കാതെ ദൈവം കൊണ്ടുവരുമെന്നൊരു സംശയമില്ല. ഇന്ന് രാത്രികാലം പറയട്ടെ, എത്തിക്കേണ്ട സ്ഥാനത്ത് നമ്മെ എത്തിക്കുന്ന ദൈവമാ, മാനിക്കേണ്ടുന്ന സ്ഥാനത്ത് നമ്മെ മാനിക്കുന്ന ദൈവമാ, ആദരിക്കേണ്ട സ്ഥാനത്ത് നമ്മെ ആദരിക്കുന്ന ദൈവമാ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ, കർത്താവേ, എന്നോടുള്ള ദൈവീയ ദർശനങ്ങൾ എന്തിയെ? ഞാൻ സ്വപ്നങ്ങൾ കണ്ടതാണല്ലോ, എന്നോട് ദൈവം ഒത്തിരി ദൂതുകൾ പറഞ്ഞതാണല്ലോ, ഇന്ന് വരെ അത് നിറവേറിയിട്ടില്ലല്ലോ എന്ന് നാം ചിന്തിക്കുമ്പോൾ, ദൈവസ്ഥനിയും നേരോടെ നീതിയോടെ വിശ്വസ്തയോടെ നടക്കുന്ന ദൈവദാസനെ, ആമേൻ, ദൈവമക്കളെ, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കാരാഗ്രഹത്തിൽ താൻ കിടക്കുമ്പോൾ എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്ന് നമ്മൾ വായിക്കുന്നത് കേട്ടോ. യോസഫിനോട് കൂടി ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നി. ആമേ. ഹല്ലേലൂയ. ആമേ. പ്രാർത്ഥിക്കുന്ന പൈതല്, പ്രാർത്ഥിക്കുന്ന മകൻ ഏത് സ്ഥലത്ത് പോയാലും, ഏത് രാജ്യത്ത് തന്നാലും, അവിടെയുള്ള അധികാരികളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. വീണ്ടും യോസെഫിനെ പറ്റി വായിക്കുകയാണ്. 41 അധ്യായം അതിന്റെ 38 വാക്യം. 40-38. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഫറവോൻ പോലും ഞെട്ടിപ്പോയി, ഫറവോൻ പോലും ആശ്ചര്യപ്പെട്ടു പോയി. ആമേ. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ നിന്ന് ഫറവോന്റെ സന്നിധാനത്തിലേക്ക് ദൈവം തമ്പുരാൻ യോസഫിനെ കൊണ്ടുവരുവാടയായി. ആമേ. യോസഫ്, ആമേ, ഫറവോൻ കണ്ടതായ സ്വപ്നം പോലും, ആമേ, വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ, തെളിയിച്ചു കൊടുക്കുവാൻ ദൈവം തമ്പുരാൻ യോസഫിനെ ഉപയോഗിപ്പാൻ
കാണിപ്പാടയായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേ അതിനുള്ള ചില ക്രമീകരണങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഈ രാജ്യത്ത് വരാൻ പോകുന്ന ക്ഷാമത്തെ പറ്റിയും ഈ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്ന വിഷയങ്ങളെ പറ്റിയും ആമേ ദൈവം തമ്പുരാൻ യോസഫിനെ കാണിപ്പാടയായി. ദൈവാത്മാവിൽ യോസഫ് അത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ആമേ ഫറവോൻ പോലും അത്ഭുതപ്പെടുവാടയായി. ഫറവോൻ പറയുക തന്റെ ഭൃത്യന്മാരോട്, ആമേ മന്ത്രവാദികൾ എല്ലാ ആൾക്കാരും അവിടെ നിൽപ്പുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഫറവോൻ ഒരൊറ്റ സാക്ഷ്യം പറയുക, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടു കിട്ടുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവകൃപയുള്ള ദൈവദാസനെ, ദൈവകൃപയുള്ള ദൈവദാസിയെ, ദൈവമക്കളെ, നീ ആയിരിക്കുന്ന മണ്ഡലം എന്തുമാകട്ടെ, ഒരുപക്ഷെ പ്രതികൂല സാഹചര്യത്തിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്, എന്നാൽ നിന്റെ മേലൊരു ദൈവീയ അഭിഷേകമുണ്ട്, നിന്റെ മേലൊരു ദൈവകൃപയുണ്ട്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുക. ഈ ദൈവകൃപയാ നമ്മെ ഇന്നും നടത്തുന്നത്. നാം യാത്ര ചെയ്തപ്പോൾ, ജോലി ചെയ്തപ്പോൾ, നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളൊക്കെ ആ ദൈവകൃപയില് ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ? അവിടെ കൊണ്ട് ഫറവോന്റെ സാക്ഷ്യം തീർന്നില്ല. 41-40 വാക്യം കൂടി വായിച്ചാട്ട് യോസഫിനോട് ഫറവോൻ പറയുകയാണ്, നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. ആമേൻ. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ആമേൻ. നിന്നെ ഞാനൊരു മേലധികാരിയാക്കാൻ വേണ്ടി പോകുക. യോസഫേ, നീ ഇനി ജയിലല്ല കിടക്കേണ്ടത്. യോസഫേ, നീ ഇനി കാരാഗ്രഹത്തിലല്ല കിടക്കേണ്ടത്. ആമേൻ. നിന്നെ ഞാൻ എന്റെ രാജ്യത്തിലൊരു മേലധികാരിയാക്കി മാറ്റിക്കാൻ വേണ്ടി പോകുക. ഞാൻ ആരംഭത്തിലെ പറഞ്ഞല്ലോ, മാനിക്കേണ്ടടുത്ത് നമ്മെ മാനിക്കുന്ന ദൈവമാണ്. രാത്രിക്കല്ല ദൈവാത്മാ പറയുക, മാനിക്കേണ്ടടുത്ത് നിന്നെ മാനിക്കും, ആദരിക്കേണ്ടടുത്ത് ദൈവം നിന്നെ ആദരിക്കും. ആമേ. ഒരുപക്ഷെ ലോകത്തിന് മുമ്പിൽ നിന്ദിക്കപ്പെട്ടിരിക്കുകയായിരിക്കാം, ലോകത്തിന് മുമ്പിൽ ഒരു യബേസിനെ പോലെ ഒരു വ്യസനപാത്രമായിരിക്കാം, ലോകത്തിന് മുമ്പിൽ ഒരു പ്രതികൂലത്തിൽ കൂടി പ്രതിസന്ധി കൂടിയായിരിക്കാം നീ കടന്നു പോകുന്നത് സ്നേഹിത. എന്നാൽ ഇന്ന് രാത്രിക്കാലം ദൈവാത്മാ പറയുക, മാനിക്കുന്ന ദൈവമാണ്, നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. എങ്കിലും നീ എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണയെ തേൽപ്പിക്കും. ആമേ. ദൈവശ്രീ വിശ്വസ്തനായി നിൽക്കുക, ദൈവശ്രീ നേരോടെ നിൽക്കുക. ആമേ. നമ്മെ മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ആമേ. അടുത്തതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് എലീശയെ പറ്റിയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. 2 രാജാക്കന്മാർ 4:9. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ ആൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. ആമേ. ഗോഡ്ലി മാൻ, ഒരു വിശുദ്ധനാകുന്ന ഒരു മനുഷ്യന്, വിശുദ്ധനാകുന്ന ഒരു ദൈവപുരുഷന്. ആമേ. ആ ശൂന്യക്കാരത്തി തന്റെ ഭർത്താവിനോട് പറയുക, നമ്മുടെ വീടിന്റെ മുമ്പിൽ കൂടെ 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 പോകുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അവനൊരു ദൈവപുരുഷനാ, വിശുദ്ധനാകുന്ന ഒരു ദൈവപുരുഷൻ, വിശുദ്ധനാകുന്ന ഒരു ദൈവപുരുഷൻ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ അറിയാം, ആരാധിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ അറിയാം, ഉപവസിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ അറിയാം, ദൈവകൃപയുള്ളവനെ കാണുമ്പോൾ അറിയാം. ഹല്ലേലൂയ. അവര് പറയുകയാണ്, നമ്മുടെ വീടിന്റെ മുമ്പിൽ കൂടി കൂടെ കൂടെ പോകുന്ന ഇതൊരു വിശുദ്ധനാകുന്ന ദൈവപുരുഷനാണ്. ഹല്ലേലൂയ. ആമേ. സ്തോത്രം. ദൈവത്തിനെ വിശ്വസനായി നിൽക്കുവാൻ, ദൈവത്തിനെ നേരോടെ നിൽക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്കൊരുക്കുന്ന ഭാഗ്യം എത്ര വലുതാണ്. മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആമേ പറഞ്ഞതാകുന്ന ഒരു സംഭവ ഉപമ കഥയെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. 25-ാമത്തെ അധ്യായത്തില് ഒരു യജമാനൻ പരദേശത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് തന്റെ ദാസന്മാരെ വിളിച്ച് ആമേ അവരെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്. ആമേ. ഹല്ലേലൂയ. തന്റെ കൂടെ നിൽക്കുന്ന ദാസന്മാര് ഈ യജമാനന് ആമേ വളരെ പ്രതീക്ഷയോടെ ആമൻ തന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്. ആ പ്രതീക്ഷയുണ്ട്, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങള് ഇവര് ഉത്തരവാദിത്തോടെ വിശ്വസ്തയോടെ ചെയ്യുമെന്നുള്ളതായ പൂർണ്ണമായ ഒരു തീരുമാനം, പൂർണ്ണമായ ഒരു ഉറപ്പ് ഈ യജമാനുണ്ട്. നമ്മൾ ചിന്തിച്ചാട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ അവിടുത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസേഴ്സ് നമ്മളെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ആ സ്റ്റേറ്റിനറിയാം നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം നമ്മൾ വിശ്വസ്തരായി ചെയ്യുമോ എന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ മാത്രമേ ആണ് നമ്മെ ഏൽപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് യാതൊരു നഷ്ടവും ഉണ്ടാകല്ല, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് നാം മുഖാന്തരം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകല്ല. ഒരു പരാജയപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ, എല്ലാ ഫീൽഡിലും ഫെയിലായി കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാറില്ല. എന്നാൽ എപ്പോഴും ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്ന ചില ആൾക്കാരെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാറുണ്ട്, അല്ലെ?
അവനെ ഏൽപ്പിച്ചാൽ അത് സക്സസ് ആകും. അവനെ ഏൽപ്പിച്ചാൽ ആ കാര്യം അവൻ നല്ലതായി ചെയ്യും. ഞാൻ താമസിക്കുന്നതിന്റെ അടുത്ത് ചില കമ്പനികളുണ്ട്. അവിടെ അനേക കുഞ്ഞുങ്ങളെ ജോലി ചെയ്യുന്ന പല സഹോദരങ്ങൾ ഇവിടെ കടന്നു വരുമ്പോഴൊക്കെ പറയാറുണ്ട്, എന്റെ പാസ്റ്റർ, എനിക്ക് യാതൊരു കഴിവും യോഗ്യതയും ഒന്നുമില്ലായിരുന്നു, പ്രാർത്ഥന മാത്രമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂലധനം. എന്നാൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ എന്റെ അധികാരികൾ എന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു. അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ ആ സൈറ്റിലെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം കൃപ തന്നു. ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഒരുപക്ഷെ ലോകത്തിന് മുമ്പില് എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവം എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വിശ്വസ്തരായി നിൽക്കുന്ന ദൈവമക്കളെ, വിശുദ്ധിയോടെ നിൽക്കുന്ന ദൈവമക്കളെ, ചെയ്യാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കും. ലോകത്തിന് മുമ്പിൽ നമ്മൾ ഭോഷന്മാരായിരിക്കാം, കഴിവില്ലാത്തവരായിരിക്കാം, യോഗ്യതയില്ലാത്തവരായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന് മുമ്പിൽ നമ്മൾ ശ്രേഷ്ഠന്മാരാണ്. ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വിശ്വസ്തയോടെ നിൽക്കുക, വിശ്വസ്തയോടെ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആ 25-ാമത്തെ അധ്യായം മത്തായി സുവിശേഷം 25-ന്റെ 14 വായിച്ചാട്ട്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ആ യജമാനൻ, ഞാൻ പറഞ്ഞതാകുന്ന ആ യജമാനൻ താൻ പരദേശത്തേക്ക് പോവുകയാണ്. താൻ പരദേശത്തേക്ക് പോകുമ്പോൾ തന്റെ സമ്പത്തുകള് വിശ്വസ്തന്മാരായ ചില പ്രിയപ്പെട്ടവരെ, ചില ദാസന്മാരെ ഏൽപ്പിക്കുവാനായിട്ടിടയായി. ഒരുത്തന്റെ കയ്യില് 5 താലന്ത് കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, നീ അത് വ്യാപാരം ചെയ്യണം. അടുത്തയാളുടെ കയ്യിൽ 2 താലന്ത് കൊടുത്തു. അവനോട് പറഞ്ഞു, നീ ഇത് വ്യാപാരം ചെയ്യണം. അടുത്തയാളെ 1 താലന്ത് കൊടുത്തു. അവനോട് പറഞ്ഞു, നീ ഇത് വ്യാപാരം ചെയ്യണം. ഈ 3 പേർക്കും താലന്തുകൾ കൊടുക്കുവാനായി. അവരോട് പറഞ്ഞു, ഞാൻ പോയിട്ട് വരുമ്പോൾ ഇത് നിങ്ങൾ വ്യാപാരം ചെയ്യണം. ഹല്ലേലൂയ. ഈ 3 പേരും ഈ യജമാനൻ പറഞ്ഞതായ കാര്യങ്ങള് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് യജമാനന് ഈ കാര്യം ഇവരെ ഏൽപ്പിക്കുവാനായിടയായത്. പക്ഷെ 5 താലന്ത് ലഭിച്ചവൻ എന്ത് ചെയ്തറിയാമോ? അവൻ 5 കൂടെ നേടി. ഹല്ലേലൂയ. തന്റെ യജമാനെ പ്രസാദിപ്പിക്കുവാൻ, തന്റെ യജമാനൻ വന്നു കഴിയുമ്പോൾ തന്റെ യജമാനു മുമ്പിൽ തല കുനിച്ച് വാടി നിൽക്കുവാനല്ല, പ്രശംസയോടുകൂടി നിൽക്കണം. ഹല്ലേലൂയ. 5 കൊടുത്തവൻ 5 കൂടി 5 താലന്ത് കൂടി വ്യാപാരം ചെയ്ത് 5 കൂടി നേടുവാനായി. 2 ലഭിച്ചവൻ എന്തെന്നറിയാമോ? 2 കൂടി നേടി. ഹല്ലേലൂയ. യജമാൻ പറഞ്ഞ കാര്യങ്ങൾ ഉത്സാഹത്തോടെ ചെയ്യുവാനായി. 5 ലഭിച്ചവൻ 5 കൂടി നേടി. 2 ലഭിച്ചവൻ 2 കൂടി നേടി. എന്നാൽ 1 ലഭിച്ചവൻ മടിയനായി. അവൻ എന്നെ മാത്രമാണല്ലോ ഈ കുറച്ചു കാര്യം ഏൽപ്പിച്ചത്, എന്നെ മാത്രം ഈ കൊച്ചു കാര്യം ഏൽപ്പിച്ചല്ലോ, ഏറ്റവും താന്ന ജോലിയാണല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഏറ്റവും ചെറിയ കാര്യമാണല്ലോ എന്നെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഒരു പക്ഷേ പിറുപിറുത്ത് കാണാം, താൻ ദേഷ്യപ്പെട്ട് കാണാമായിരിക്കാം. സ്തോത്രം. ഈ 1 ലഭിച്ചവൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടു, ഒന്നുമില്ലാതെ ശൂന്യമായി നിൽക്കുവാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ. യജമാനൻ തിരിച്ചു വന്നപ്പോൾ 21-ാമത്തെ വാക്യം, യജമാനൻ തിരിച്ചു വന്നപ്പോൾ വായിച്ചേട്ടാ. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. യജമാനൻ തിരിച്ചു വന്നപ്പോൾ 5 കൊടുത്തവൻ 5 കൂടി നേടി, 2 കൊടുത്തവൻ 2 കൂടി നേടി. 1 ലഭിച്ചവന് ഒരു ശൂന്യമായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ആ താലന്ത് വ്യാപാരം ചെയ്തവനോട് പറയുക, വിശ്വസ്തയോട് അവർ പറയാ, അതിന് യജമാൻ നല്ലവനും, ആ വാക്യം ചെയ്യാം, നല്ലതായിരിക്കുന്നു, മിടുക്കനാണ് നീ നല്ലവൻ മാത്രമല്ല വിശ്വസ്തനുമാകുന്ന ദാസനെ, വിശ്വസ്തനുമാകുന്ന ദാസനെ പറയാം. നല്ലവൻ, നീ നല്ലവനാണ്. രണ്ടാമതായി നീ വിശ്വസ്തനാകുന്നവനാണ്. അല്ലെ? നിന്നെ ഏൽപ്പിച്ച കാര്യം നീ വിശ്വസ്തയോടെ ചെയ്തു, നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നീ വിശ്വസ്തയോടെ ചെയ്തു, നിന്നെ ഏൽപ്പിച്ച കാര്യം നീ ഭംഗിയായി ചെയ്തു. നല്ലവനും വിശ്വസ്തനുമാകുന്ന ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാകും. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ച കാര്യം ചെറുതാണേലും വലുതാണേലും നീ അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്തുകൊണ്ട്, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാകും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു.
ആമേ ഹല്ലേലൂയ, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സ്വാഗതം ചെയ്യുകയാണ്, അവനെ ഒന്ന് വെൽക്കം ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാറുണ്ട്, കർത്താവേ എനിക്ക് വലിയ കഴിവില്ല, എനിക്ക് വലിയ മിടുക്കില്ല. ഈ പ്രാർത്ഥന പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം കൊണ്ടുവന്നത് ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. ഒരു കൈയെഴുത്ത് പ്രതിയായിട്ട് 2000 ഒക്ടോബർ മാസം 50 പേര് തുടങ്ങിയ ഒരു ചെറിയൊരു കൈയെഴുത്ത് പ്രതിയായിരുന്നു. എന്നാൽ ഇന്ന് ലോക രാജ്യങ്ങളിലേക്ക് ഈ പ്രവർത്തനങ്ങളെ ദൈവാത്മാവ് കൊണ്ടുവരുവാടെയായി. അനേക പ്രാർത്ഥനാ സഹായികളെ ദൈവം കൊണ്ടുവരുവാടെയായി. ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരം ലഭിക്കുന്ന ഒരു മാസികയാക്കി ദൈവം ഈ പ്രവർത്തനത്തെ കൊണ്ടുവരുവാടെയായി. ലോക രാജ്യങ്ങളെ അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ഗ്രൂപ്പാക്കി ദൈവം കൊണ്ടുവരുവാടെയായി. കണ്ണ് നനയുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, പല നിലയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാൻ ദൈവം തമ്മിലാത്തത്തോളം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൗത്യങ്ങളും വിശ്വസ്തയോടെ ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവര് ഈ പ്രവർത്തനങ്ങളുടെ മുൻകൈ നിന്ന് പ്രവർത്തിക്കുന്നു. അവരെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന താലന്തുകൾ നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുക. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണോ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലം? നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേദന കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്, ബുദ്ധിമുട്ടിക്കൂടി കടന്നു പോകുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി, തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി. ഇന്ന് രാത്രികാലം ഈ ലൈവിൽ കൂടി ദൈവവചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും യേശുവിന്റെ മുമ്പിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുക. വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്താട്ട്. ഒരു കഥ ഞാൻ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ വായിക്കാനായിട്ടിടയായി. ഒരു വലിയൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ മുതലാളി അവിടെ ജോലിക്ക് വന്ന ഒരു ക്ലർക്കിനെ ആ കമ്പനിയുടെ ചെക്ക് മാറി പൈസ എടുക്കുവാൻ വേണ്ടി ബാങ്കിലേക്ക് അയക്കുവാനിടയായി. പുതിയതായി ചെന്ന ആ ക്ലർക്ക് ആ ചെക്കുമായിട്ട് ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്നപ്പോൾ അവിടുത്തെ കാഷ്യർ ആ ചെക്ക് വാങ്ങിച്ചിട്ട് അതിന്റെ പൈസ കൊടുക്കുകയാണ്. ആ പൈസയിൽ 10 രൂപ നോട്ട്, 5 രൂപ നോട്ട്, അങ്ങനെ ചെറിയ ചെറിയ പൈസ തുട്ടുകളെല്ലാം വാരി കൊടുത്തിട്ട് അവസാനം കുറെ ചില്ലറ പൈസകൾ മൊത്തം കൊണ്ടുവന്ന് അയാളുടെ മുമ്പിലോട്ട് കൊണ്ടിട്ടിട്ട് പറഞ്ഞു, വേണമെങ്കിൽ ഇതെല്ലാം എണ്ണിക്കൊണ്ട് പോകാനായിട്ട് പറയുവാനിടയായി. ആ ക്ലർക്ക്, ആ കമ്പനിയിലെ ക്ലർക്ക് ഈ പൈസ ഇട്ടതാകുന്ന കാഷ്യറിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ദയനീയമായിട്ടൊന്ന് നോക്കിയിട്ട് ആ മനുഷ്യൻ അത് ഓരോന്നോരോന്നായിട്ട് എണ്ണാൻ തുടങ്ങി. ആ ചില്ലറ പൈസ മൊത്തവും ഇങ്ങനെ എണ്ണുകയാണ്. ഇത് എണ്ണി മൊത്തം എണ്ണിയെടുക്കുവാനിടയായി. ഇതിന്റെ തൊട്ടടുത്ത് ആ കമ്പനിയുടെ മുതലാളി നിൽപ്പുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ മുതലാളി ആ ബാങ്കിലെ ആ കാഷ്യറിനോട് പറയുകയാണ്, എന്റെ സ്ഥാപനത്തിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ക്ലർക്ക്. ഈ മനുഷ്യന് താങ്കളെ ഈ മനുഷ്യനെ നിന്ദിക്കുന്ന രീതിയിൽ ഇത്രയും ചില്ലറ പൈസകളെല്ലാം കൊടുത്ത് അവജ്ഞയോടെ നിന്നയോടുകൂടിയല്ലേ അദ്ദേഹത്തോട് പെരുമാറിയത്. പക്ഷെ അവനെ ഏൽപ്പിച്ച കാര്യം അവൻ യാതൊരു മടിയും കൂടാതെ ആ പൈസ എല്ലാം തിട്ടപ്പെടുത്തി എണ്ണിയെടുക്കുന്നത് ഞാൻ ഇത് കാണുവാനിടയായി. ഇവൻ വിശ്വസ്തനെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത ദിവസം മുതൽ ഇവൻ എന്റെ കമ്പനിയുടെ ക്ലർക്കല്ല, ഇവന് ഞാൻ മറ്റൊരു പ്രൊമോഷൻ കൊടുക്കുന്നു, ഉന്നതമേറിയ സ്ഥാനത്തിൽ നല്ല ശമ്പളത്തിൽ ഞാൻ ഇവനെ മാനിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ ബാങ്കിലെ ആ കാഷ്യർ പോലും അത്ഭുതപ്പെട്ടതിനെ പറ്റി ഒരു കഥ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ പുസ്തകത്തിൽ വായിപ്പടയായി. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് ഒരുപക്ഷെ നമ്മളെ ലഭിച്ചിരിക്കുന്ന ജോലി ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് പോലെയുള്ളതല്ല, നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നതാകുന്ന നന്മ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ളതല്ല. എന്നാൽ ദൈവത്തിനെ വിശ്വസ്തയോടെ നാം നിൽക്കുക. നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ദൈവം തന്നിരിക്കുന്ന ആത്മാക്കളെ വിശ്വസ്തയോടെ മേൽപ്പാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അനേകർക്ക് വേണ്ടി ഉപവസിപ്പാൻ, അനേകരുടെ വിഷയങ്ങൾ നമ്മുടെ വിഷയമായി ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ എന്റെ കർത്താവേ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. യോശുവയെ പോലെ, ദാനിയേലിനെ പോലെ, യോസഫിനെ പോലെ, എലീശയെ പോലെ, സ്തോത്രം, വിശ്വസ്ത ദാസന്മാരെ പോലെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്ത് കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ അരുമനാഥന്റെ വരവ് ഏറ്റവും ആസനമായിരിക്കുന്നു. ആ കണക്ക് ചോദിക്കുന്ന നാളിൽ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ഹല്ലേലൂയ. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം നൽകുവാൻ കർത്താവിന്റെ കരങ്ങളിൽ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, എന്നെ ഏൽപ്പിച്ച താലന്ത് ഞാൻ വിശ്വസ്തനായി ചെയ്തോ? എന്നെ ഏൽപ്പിച്ചതാകുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് അത് നിറവേറ്റിയത് എന്ന് നാം ഒന്ന് സ്വയം ശോധന ചെയ്ത് പ്രാർത്ഥനയോട് നമുക്ക് കർത്താവിലേക്കൊന്നും മടങ്ങി വരാം. ദൈവം നമ്മെ പലപ്പോഴും തട്ടുക. അർദ്ധരാത്രിയിലൊക്കെ ഉറങ്ങുന്ന സമയത്ത്
സമയത്തൊക്കെ അനേർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നമ്മെ തട്ടി ഉണർത്താറുണ്ട്. നമ്മുടെ ചിലപ്പോൾ നമ്മൾ മടി കൊണ്ട് ഉറങ്ങാറുണ്ട്, എന്നാലും അവർക്ക് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയെ നമുക്ക് മുന്നേറാം. പ്രാർത്ഥന കൂടി അനേക പ്രാർത്ഥന വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നല്ലോ. അനേക ദൈവീയ വിടുതൽ ദിവസങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് ദൈവം സഹായിക്കുന്നല്ലോ. അനേക പ്രാർത്ഥന സഹായികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി ദൈവം അയക്കുന്ന എല്ലാ ദൈവ പ്രവർത്തികൾക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും മാനിക്കട്ടെ. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2 പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പ്രാർത്ഥന വിഷയം വായിക്കുന്നതായിരിക്കും. ഗുജറാത്ത് ഷാരോൺ ഫെറോക്ക് ചർച്ചിൽ വെരാവൽ സഭാ ശുശ്രൂഷൻ പാസ്റ്റർ രാജീവ് പോളിന്റെ പിതാവ് ഇന്ന് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. എല്ലാ ദേവദാസന്മാരുടെയും പ്രാർത്ഥന പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രിയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഗുജറാത്തിലെ ആത്മാർത്ഥ സ്നേഹിതൻ രാജീവ് പോൾ പാസ്റ്ററിന്റെ പിതാവ് ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വിശ്രമത്തിലായിരിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം മുതൽ ആ പ്രിയ പിതാവിന് വേണ്ടി രാജ്യങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാണ്ടയായി ഓപ്പറേഷൻ വിജയകരമായി നടക്കുവാൻ ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ആ പ്രിയ പിതാവിനെ ദൈവം അയക്കണമേ. കർത്താവ്, ഞങ്ങൾ വലിയ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ആരോഗ്യത്തോടെ ബലത്തോടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിച്ചാട്. പരിപൂർണ്ണ വിടുതൽ ആ പ്രിയപ്പെട്ട പിതാവിനെ ദൈവം അയച്ചാട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വെള്ളയിൽ സിസ്റ്റർ ബിന്ദുവിന്റെ വീടിന് മുകളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴക്കെടുതിയിൽ മരം വീഴുകയും വീടിന് നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തു. സഹോദരിയുടെ ഷോൾഡറിന്റെ എല്ല് പൊട്ടുകയും ചെയ്തു. വളരെ വേദനയാൽ ഇപ്പോൾ സഹോദരി ഭാരപ്പെടുന്നു. ആ പ്രിയ സഹോദരിയുടെ വീടിന് മുകളിലേക്ക് മരം വീണ് വീടിന് തകർച്ചയുണ്ടായി. ആ പ്രിയ സഹോദരിയുടെ ഷോൾഡറിന്റെ പൊട്ടലുണ്ടായി. ഈ കേരളത്തിലൊക്കെ ശക്തമായ മഴ നടക്കുകയാണല്ലോ. നമ്മളെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുകയാണല്ലോ. ടെലിവിഷൻ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ന്യൂസ് പേപ്പറിൽ കൂടിയൊക്കെ കാണുന്ന വാർത്തകളാണല്ലോ. ശക്തമായ മഴയിലൊക്കെ പല വീടുകളും തകർന്നു. ഒരു വാഹനം, ഒരു കാറിന്റെ മണ്ടയിലേക്ക് ഒരു മരം വീണ് ഒരു സഹോദരി മരിച്ച രംഗം നമ്മൾ കാണുവാടയായി. വെള്ളപ്പൊക്കത്തിൽ പല ജീവനുകൾ നഷ്ടപ്പെട്ടു പോയ രംഗങ്ങൾ നമ്മൾ കാണുവാടയായി. നമുക്ക് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മരം വീണ് കൈയുടെ ഷോളിന് പൊട്ടലുണ്ടായി. വളരെ പ്രയാസത്തിൽ കൂടി കടന്നു. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സൗഖ്യം ദൈവം അയക്കണമേ. ഒരു പരിപൂർണ വിടുതൽ പ്രിയപ്പെട്ട മകളുടെ ദൈവം അയക്കണം. പ്രകൃതി ക്ഷോഭത്താല് കേരളത്തിലും മറ്റു കർത്താവെ ശക്തമായ മഴ, ആ മഴക്കെടുതിയിലൊക്കെ കർത്താവെ ഭവനങ്ങൾ നഷ്ടപ്പെടുന്നവരുണ്ട്. കർത്താവെ, പല ജീവനുകളും പോലും നഷ്ടപ്പെട്ടവരുണ്ട്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അവരെയൊക്കെ പ്രാർത്ഥിക്കുന്നു. ദൈവീയ സമാധാനവും ദൈവീയ വിടുതലും ദൈവം അയക്കണമേ. പലവിധമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നു. ക്യാൻസർ രോഗത്താൽ കഴിയുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. കർത്താവെ, പ്രാർത്ഥന പ്രയർ ഗ്രൂപ്പിൽ അനേക പ്രാർത്ഥന വിഷയങ്ങളാണല്ലോ ലഭിക്കുന്നത്. ക്യാൻസർ രോഗത്താൽ, ബ്രെയിൻ ട്യൂമറായി കഴിയുന്നവരുണ്ട്. കിഡ്നി സംബന്ധം വന്ന രോഗത്താൽ, പാൻക്രിയാസ് ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, ഞങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വിടുതലിന്റെ കരം ദൈവം അയക്കണമേ. അവിടുത്തെ അടിപ്പണരുകളാ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അത്ഭുതം പ്രവർത്തിക്കണമേ. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവീയ സമാധാനവും ദൈവീയ സ്വസ്ഥതയും കർത്താവ് നൽകണമേ. യുദ്ധക്കെടുതിയിലായിരിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായി, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട, പാർപ്പിടം പോലും ആഹാരം പോലും ഇല്ലാതെ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, ഞങ്ങൾ അവരെ എല്ലാം ഓർത്ത് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കര ലോകരാജ്യങ്ങളുടെ ദൈവം അയക്കണമേ. സുവിശേഷ നിമിത്തം ജയിലിലും മറ്റു കഴിയുന്ന അനേക ദൈവദാസന്മാരുണ്ട്. കർത്താവെ, ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. ഞങ്ങൾ അങ്ങയുടെ അഭിഷിക്ത മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്കെതിരായ പലവിധമായ ക്രൂരമായ പീഡകളൊക്കെ പലയിടങ്ങളിൽ നടക്കുന്നു. കർത്താവെ, ആ സുവിശേഷ വിരോധികളെ ദൈവ സുവിശേഷ സ്നേഹികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന എല്ലാ രാജ്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ സഹായികൾക്കായി, അതിന്റെ പിമ്പി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസി ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ദൈവം ഞങ്ങളോട് കേൾപ്പിച്ച നല്ല ദൈവീയ ദൂതിനായ ആലോചനകൾക്കായി സ്തോത്രം. സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവിനോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഈ വചനം ശ്രവിക്കാൻ പോവുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേലും എന്നും നീക്കുണ്ടാമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന തുനിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ലോകരാജ്യങ്ങളായി 15,000-ലധികം പേരെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പല സമയങ്ങളായി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. സ്തോത്രം.